നമസ്കാരം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാത പിന്തുടർന്ന് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ വിജയ് യേശുദാസ് ഇന്ന് സംഗീത ലോകത്തെ തിരക്കുള്ള ഗായകരിൽ ഒരാളാണ്. നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വിജയ് യേശുദാസിന് ഏറെ ആരാധകരുണ്ട്. മാത്രമല്ല, ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ എന്ന പേരിനൊപ്പം പ്രതിഭാശാലിയായ ഗായകൻ എന്ന പേരുകൂടി കൂട്ടിച്ചേർത്ത വ്യക്തിയാണ് അദ്ദേഹം. 2007 ജനുവരി 21 വിജയുടെയും ദർശനയുടെയും വിവാഹം. ഇരുവർക്കും 2 മക്കളാണുള്ളത്. ഏറെക്കാലമായി വിജയ് യേശുദാസിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമെല്ലാം ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അതിനോട് പരസ്യ പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നില്ല. ഇപ്പോഴിതാ വിവാഹബന്ധം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിജയ് യേശുദാസ്. ഒരു അഭിമുഖത്തിലൂടെയാണ് വിജയ് യേശുദാസ് തന്റെ മനസ്സ് തുറന്നത്. കോവിഡ് കാലത്തിനു ശേഷം അമേരിക്കയിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ് അച്ഛനും ഗായകനുമായ യേശുദാസ്. തങ്ങളുടെ വിവാഹമോചന വാർത്ത മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കി. ഉൾക്കൊള്ളാൻ സമയം വേണ്ടി വന്നുവെന്നും വിജയ് പറയുകയുണ്ടായി. എന്നാൽ തനിക്കോ ദർശനയ്ക്കോ അതിൽ വലിയ വിഷയങ്ങളില്ലെന്നും അതിനെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും വിജയ് പറഞ്ഞിരുന്നു. വിവാഹമോചനത്തിന് ശേഷം മക്കൾ 2 ദർശനയ്ക്കൊപ്പമെന്നും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ 2 പേരും ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നും വിജയ് പറയുകയുണ്ടായി. 2007 ജനുവരി 21 വിജയുടെയും ദർശനയുടെയും വിവാഹം. മകളുടെ സ്കൂളിലെ സെലിബ്രേഷൻസിൽ എല്ലാം ദർശന ആക്റ്റീവാണ്. വിജയ് യേശുദാസിന്റെ എത്താൻ കഴിയാത്ത വിശേഷങ്ങളിലും ദർശന വിജയെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട്. ഒരിക്കൽ അമ്മയ്ക്കും മോൾക്കുമായി സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാം ചെയ്തതിനുള്ള നന്ദിയും ദർശന വാക്കുകളിലൂടെ വിജയ് അറിയിച്ചിരുന്നു. നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും എന്ന് തെളിയിക്കുന്ന പോസ്റ്റുകളും ഉണ്ട്. ഇപ്പോഴും പരസ്പരം ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവർ. രത്നങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് ദർശന ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ അത്രയും കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ തന്റെ കഴിവ് മാക്സിമം തെളിയിക്കുകയാണ് ദർശന. ബിസിനസ് രംഗത്ത് ചുവട് ഉറപ്പിക്കുന്ന യുവ സംരംഭക കൂടിയായ ദർശനയെക്കുറിച്ച് നാഷണൽ മീഡിയാസിൽ അടക്കം വാർത്തകൾ വന്നിരുന്നു. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി ലാബിൽ വികസിപ്പിച്ച രത്നങ്ങൾ വിൽക്കുന്ന വിശേഷങ്ങളും ദർശന പങ്കിടാറുണ്ട്. സ്വന്തമായി ബ്രാൻഡ് തന്നെ ദർശനയ്ക്ക് അതിനായിട്ടുണ്ട്. ഒപ്പം മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും മുൻപന്തിയിൽ തന്നെയാണ് ദർശന. ഇത്തരത്തിൽ ദർശനയുടെ പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അതേസമയം വേർപിരിഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് തന്റെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായകൻ പറയുന്നത്. ഞങ്ങളൊരു വിയേർഡ് സിറ്റുവേഷനിലാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നല്ല സാഹചര്യമാണ്. പക്ഷെ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നും അംഗീകരിക്കുമെന്നും പ്രതീക്ഷിക്കാനാകില്ല. അതിൻ്റെതായ സമയം വേണം. അവർക്കെല്ലാവർക്കും ഇത് വേദനാജനകമായ സാഹചര്യമാണ്. ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മൂടിവെക്കുക ബുദ്ധിമുട്ടാണ്. ഇനിയും അവരെ വേദനിപ്പിക്കേണ്ട എന്നത് എന്റെ തീരുമാനമാണ്. മക്കൾക്ക് ഇത് കുറെ കൂടി മനസ്സിലാക്കാനുള്ള പ്രായമായി. മകൾക്ക് വളരെ പക്വതയുണ്ട്. അവൾ മനസ്സിലാക്കുകയും എന്നെയും ദർശനയെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മക്കൾക്ക് ഇപ്പോൾ 15 വയസ്സാണ്. മകന് 9 വയസ്സും. അവൻ ചെറിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യം അവന് മനസ്സിലാകുന്നില്ല. അവനെ മനസ്സിലാക്കിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ആൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ പ്രവൃത്തിക്ക് വില കൊടുക്കേണ്ടി വരുമെന്ന് മകൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അവനോട് പറയുകയും എളുപ്പമല്ല. നമ്മളാണ് തെറ്റുകാർ, നമ്മളാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ആ ഉത്തരവാദിത്തം എടുത്തില്ലെങ്കിൽ ഇതിലൊരർത്ഥമില്ല. റിലേഷൻഷിപ്പിൽ പ്രതീക്ഷകളാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. ജീവിതത്തിൽ എനിക്ക് മക്കളെ ഉപദേശിക്കാൻ താല്പര്യമില്ല എന്നും വിജയ് യേശുദാസ് പറയുന്നു. അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യപിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. നടൻ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത്. പിന്നാലെ ഒരു ഫംഗ്ഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യപിള്ളയ്ക്കൊപ്പമാണ്. അതോടെ ഇരുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു. നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരിക്കുന്നത്. ഇക്കോ വോക്ക് ദി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. നിരവധി സെലിബ്രിറ്റി പ്രാം വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവൽ ആയിരുന്നു ഇക്കോ വോക്ക് ദി ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാന്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. ഗൗണായിരുന്നു ദിവ്യപിള്ളയുടെ വേഷം. റാമ്പിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. അച്ഛൻ യേശുദാസിന്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു ദർശനയുടെ അമ്മയും അച്ഛനുമല്ല. അങ്ങനെ ആ പരിചയം പിന്നീട് പ്രണയമായി മാറുകയും ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇരുവരും വിവാഹിതരാവുകയുമായിരുന്നു. ഇവരുടെ മകൾ അമ്മയെയും കുടുംബത്തിലെ പുതിയ കുട്ടി പാട്ടുകാരിയായി കഴിവ് തെളിയിച്ചിരുന്നു. അടുത്തിടെ പിതാവ് യേശുദാസിനെ കുറിച്ചും വിജയ് തുറന്ന് സംസാരിച്ചിരുന്നു. അപ്പ കേരളത്തിൽ എത്തിയിട്ട് 4 വർഷമായി. ഇനി എന്ന് നാട്ടിലേക്ക് വരുമെന്ന കാര്യത്തെപ്പറ്റി ഒന്നും അറിയില്ല. എന്റെ മക്കളെ കാണണമെന്ന് എപ്പോഴും ആഗ്രഹം പറയും. അങ്ങനെ കഴിഞ്ഞ വെക്കേഷൻ അവരെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അപ്പയും അമ്മയും ഒരുമിച്ചേ വരികയുള്ളൂ. പിന്നെ ട്രാവൽ ചെയ്ത് വരണമെന്നുള്ള ടെൻഷനും അവരുടെ പ്രായവും ഒക്കെ നോക്കിയിട്ടുണ്ടാകും വരാതിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ മാത്രമേ എനിക്കും അവരുടെ കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്നും വിജയ് യേശുദാസ് പറയുന്നു. സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും യേശുദാസ് ജീവിതം ആഘോഷിച്ചില്ലെന്ന് ഒക്കെ പലരും കരുതുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ്. സംഗീതമാണ് എല്ലാത്തിനും ഉപരി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോറിറ്റി. ആദ്യ ഭാര്യ എന്ന് പറയാം. 2ാം ഭാര്യയാണ് അമ്മ. അത് അംഗീകരിച്ചവരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും. കച്ചേരിക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പയുടെ ജീവിതം മൊത്തത്തിൽ മാറും. ഭക്ഷണവും വീട്ടിലെ രീതികളും വീട്ടുകാർ വരുന്നുണ്ടെങ്കിൽ അവരെ പോലും അടുപ്പിക്കില്ല. അതിനനുസരിച്ച് അമ്മയും കാര്യങ്ങൾ ചെയ്യും. മക്കളായ ഞങ്ങളും ശല്യപ്പെടുത്താൻ പോവാറില്ല. വളർന്നു വന്നപ്പോൾ ഞങ്ങളും അത് ശീലമാക്കി. സംഗീതം അപ്പയ്ക്ക് അങ്ങനെയായിരുന്നു. 2003 മുതൽ 2008 വരെയുള്ള കാലത്താണ് എന്റെ ശബ്ദത്തിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരുന്നത്. വോയിസ് കുറച്ച് മെച്യൂർഡ് ആയതോടെ മലയാളത്തിൽ നിന്നും ശ്രദ്ധേയമായ പാട്ടുകൾ കിട്ടി. അവിടെ നിന്നുമാണ് ശരിക്കും
പരുവപ്പെട്ട് വരുന്നതെന്ന് പറയാം. അവിടെ എന്നെ സഹായിച്ചത് എം ജയചന്ദ്രൻ സാറാണ്. കോലക്കുഴൽ കഴിഞ്ഞതിന് ശേഷം എത്രയോ നല്ല നല്ല പാട്ടുകൾ എനിക്ക് കിട്ടി. എൻ്റെ ഓരോ അക്ഷരങ്ങളും ഫൈൻ ട്യൂൺ ആക്കിക്കൊണ്ട് വന്നത് അദ്ദേഹമായിരുന്നു. ഒരുപക്ഷെ ദേവരാജൻ മാസ്റ്റർ യേശുദാസിനെ എങ്ങനെ സഹായിച്ചിരുന്നു അതുപോലെയാണ് എം ജെ സാർ എനിക്കുമെന്ന് വിജയ് പറയുന്നു. തുടക്കകാലത്ത് ദാസേട്ടന്റെ മകനായിട്ട് ഇത്ര കഴിവുകളെ ഉള്ളൂ എന്ന തരത്തിൽ താരതമ്യം കേട്ടിട്ടുണ്ടെന്നും വിജയ് പറഞ്ഞിരുന്നു. അമേരിക്കയിൽ നിന്ന് ആ സമയത്തെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല. പക്ഷേ ആ സമയത്താണ് മില്ലേനിയം സ്റ്റാർസിലേക്ക് കോൾ വരുന്നതും അതിൽ പാടുന്നതും. അങ്ങനെ ഒരു തുടക്കം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. യേശുദാസിന്റെ മകനായതുകൊണ്ട് പൊക്കി പിടിക്കേണ്ട എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ ആരും പൊക്കി പിടിച്ചിട്ടില്ല. ഇനി അങ്ങനെ വല്ലാതെ പറഞ്ഞവരെ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എവിടെ നിന്നാണ് അങ്ങനെ ഒരു മാനസിക നില എനിക്ക് കിട്ടിയതെന്ന് അറിയില്ല. ചിലപ്പോൾ അപ്പയുടെ അടുത്ത് നിന്ന് തന്നെ ആകണം. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിലും ചിലർ എന്തെങ്കിലും പറഞ്ഞാലും അദ്ദേഹം അപ്പോൾ എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാറില്ല. സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോഴും തനിക്കതിന് ശേഷമുള്ള 7 വർഷം അവസരങ്ങൾ ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും വിജയ് പറയുന്നു. സംസ്ഥാന അവാർഡ് ലഭിച്ച് 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ പുഴയും സന്ധ്യകളും എന്ന ഗാനമൊക്കെ എനിക്ക് കിട്ടിയത്. പക്ഷെ നമ്മളെ പ്രൂവ് ചെയ്യാതെ അവസരങ്ങൾ വരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും വിജയ് പറഞ്ഞിരുന്നു. അതേസമയം അടുത്തിടെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. ഇനി മലയാളത്തിൽ പാടില്ലെന്ന് പറഞ്ഞത് ആരെയും കുറിച്ച് കാണിക്കാനൊന്നും ആയിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ഞാൻ ഷെയർ ചെയ്തു. ചില ആളുകൾ അത് വേറെ രീതിയിലെടുത്തു. എന്നെക്കുറിച്ച് മാത്രമല്ല, എത്രയോ സംഗീത സംവിധായകർക്കും ഗായകർക്കും നമ്മൾ ലെജൻഡ്സ് എന്ന് കരുതുന്നവർക്കും അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല. നേരെ മറുവശത്ത് സംവിധായകരുടെയും നടന്മാരുടെയും കാര്യം അങ്ങനെയല്ല. ഗായകർക്ക് 1 കോടിയോ 50 ലക്ഷമോ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാനും ശ്രേയ ഘോഷാലും 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിത്രചേച്ചി 15 ലക്ഷം വാങ്ങിക്കുന്നതായിട്ടുള്ള ഒരു മീം അടുത്തിടെ വന്നിരുന്നു. മൊത്തത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ തന്നെ അത്ര മേടിക്കാൻ തുടങ്ങിയത് ഈ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്നും വിജയ് യേശുദാസ് പറയുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.